അനീഷിനെ കുറിച്ച് തന്നെയാണ്, അനുമോളുമായിട്ടുള്ള ഒരു വിഷയം. അതിൽ ഈ പറയുന്ന ശൈത്യ പറയുന്നു അനീഷേട്ടനെ ചതിച്ചതാണ്, അനീഷേട്ടന്റെ ഇമോഷനെ വെച്ച് കളിച്ചതാണ് ഈ പറയുന്ന അനുമോള്. അവിടെ പോയി ഇങ്ങനെ ലവ് ചിഹ്നവും സിമ്പലും ഒക്കെ കാണിച്ച് അനീഷേട്ടന്റെ ഹൃദയത്തെ തകർത്തതാണ് ഈ അനുമോൾ എന്ന രീതിയിൽ ഈ ശൈത്യ പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ഷാനവാസ് പറയുന്നുണ്ട് ഒരു ഒറ്റയാനായിട്ട് ഇവിടെ നിൽക്കാൻ വന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ഈ ഒരു നിലയിലേക്ക് കൊണ്ടെത്തിച്ചത് അനുമോൾ തന്നെയാണ്. അദ്ദേഹത്തിന് പല സമയങ്ങളിലായിട്ട് പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ പല സമയത്തും ഫുഡ് എക്സ്ട്രാ കൊടുക്കുന്നു. അങ്ങനെ തുടങ്ങി ഈ പറയുന്ന അനീഷിന്റെ മനസ്സിനെ ഇളക്കിയത് ഇവിടെ തന്നെയാണ് എന്ന രീതിയിൽ ഈ പറയുന്ന ഷാനവാസ് പറയുന്നു. ശൈത്യ അതിനെ ശരിവെക്കുന്നു. അത് മാത്രമല്ല അതിനിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഈ പറയുന്ന സഹോദരനാണ് എന്ന രീതിയിൽ പോയി പറ എന്ന് പറഞ്ഞത് അനുമോൾ അത് പറയാൻ ഉദ്ദേശിച്ചിരുന്നില്ല, ഞങ്ങളാണ് തള്ളിക്കൊണ്ടുവന്ന് അത് പറയിപ്പിച്ചത് എന്നാണ് അവർ പറയുന്നത്, അതിലൂടെ പറയുന്നത്. കാരണം ഇതൊരു ഗെയിം ആക്കി കൊണ്ടുപോയി ഇവർക്ക് ഇവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കണമായിരുന്നു, ഒരു ലവ് സ്ട്രാറ്റജി കണ്ടന്റ് ഉണ്ടാക്കണമായിരുന്നു, അതിനുവേണ്ടിയുള്ള ഒരു പ്ലാൻ ആയിരുന്നു ഈ പറയുന്ന അനുമോൾ കാണിച്ചുകൊണ്ടിരുന്നതെന്നാണ് ഇവർ പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ശൈത്യ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇപ്പൊ വന്നിരിക്കുന്ന പ്രവീണൊക്കെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അതായത് അടുത്ത പ്രവീണെ, അതോടൊപ്പം തന്നെ അഭിലാഷ്, റെന ഫാത്തിമ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ജിഷിൻ, ഇത്രയും പേര് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പ്രവീൺ കയറിയപ്പോൾ ഈ പറയുന്ന അനുമോൾ പ്രവീണിന്റെ പുറകെ നടക്കുകയാണ്. അപ്പൊ ഈ ശൈത്യ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ഈ അനുമോക്ക് ഈ പ്രവീണുമായിട്ട് ഒരു കോംബോ ഉണ്ടാക്കാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു, അത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. പറഞ്ഞതാരാണ്? ഈ പ്രവീൺ പറഞ്ഞു വന്ന്. അതായത് ഇവർ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ക്യാമറയല്ല ഇവരെ ഫോക്കസ് ചെയ്യും, അപ്പൊ നമുക്കൊരു ലവ് കോംബോ ഉണ്ടാക്കാം എന്ന രീതിയിൽ ഒരു ചർച്ച ചെയ്തു എന്ന രീതിയിലും ഈ പറയുന്ന ശൈത്യ പറയുന്നു.